കെ.പി.യെ തട്ടിയത് ബിനാമി ട്രസ്റ്റുകൾ. ബിഷപ്പ് കെ.പി. യോഹന്നാൻ്റേത് ആസൂത്രിത കൊലപാതകമാണെന്നും വർഷങ്ങൾ നീണ്ട പ്ലാനും പദ്ധതികളും തയ്യാറാക്കി അദ്ദേഹത്തെ ഇക്കഴിഞ്ഞ മെയ് 7-ന് അമേരിക്കയിലെ ഡാലസ് വിൽസ് പോയിന്റിലെ GFAയുടെ ആസ്ഥാനത്തിന് സമീപത്ത് വെച്ച് കൊന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ കൈക്കലാക്കുവാനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നും കാണിച്ച് ITV ന്യൂസ് ഇന്ന് പരാതി നൽകി. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് വളരെ വിശദമായി ഞങ്ങൾ ആ പരാതി തെളിവുകളോടെ കൈമാറി. കെ.പി. യോഹന്നാൻ ഉണ്ടാക്കിയ സ്വത്തുവകകൾ തട്ടിയെടുക്കുവാൻ നടത്തിയ ആസൂത്രിത കൊലപാതകമാണെന്ന് വെളിവാക്കുന്ന തെളിവുകൾ അടക്കമാണ് ഞങ്ങൾ പരാതി നൽകിയത്. 16-ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ വോളണ്ടിയറായി സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ.പി. യോഹന്നാൻ അമേരിക്കയിലെത്തിയ സാഹചര്യവും അവിടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും പ്രണയവും 1974-ൽ ജർമ്മൻകാരിയായ ഗസലയെ വിവാഹം കഴിച്ചതും 1989-ൽ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ തുടക്കം മുതൽ ഏഷ്യയെ ക്രൈസ്തവവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിവിധ പദ്ധതികൾ തയ്യാറാക്കി അമേരിക്കയിലെയും കാനഡയിലെയും വിശ്വാസ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും സമാഹരിച്ച വൻതുകകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓഗസ്റ്റ് 28, 1980-ൽ കെ.പി. യോഹന്നാൻ്റെ 2 സഹോദരന്മാരായ കെ.പി. ചാക്കോ, കെ.പി. മാത്യു എന്നിവരെ കൂടി ചേർത്ത് 9,000 രൂപ ആദ്യ നിക്ഷേപം നടത്തി ആരംഭിച്ച ഗോസ്പൽ മിനിസ്ട്രീസ് ട്രസ്റ്റ് കടപ്ര തുടങ്ങിയതും പിന്നീട് അവരെ ഒഴിവാക്കി ഗോസ്പൽ ഫോർ ഏഷ്യയായതും അതിൽ ഭാര്യ ഗസലിയെയും മകൻ ഡാനിയലിനെയും ട്രസ്റ്റിമാരാക്കിയതും 32 കൊല്ലം ആയിരക്കണക്കിന് കോടികൾ ഇന്ത്യയിലേക്ക് മതപരിവർത്തനത്തിന് കൊണ്ടുവന്നതും അതും പോരാഞ്ഞ് 25ഓളം മറ്റ് ട്രസ്റ്റുകൾ ഉണ്ടാക്കി അതിലൂടെ പണം ഇന്ത്യയിലേക്ക് കടത്തിയതും അതിബുദ്ധിമാനായ കെ.പി.യെ വിരട്ടുവാൻ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് വിവരം നൽകി റെയ്ഡ് നടത്തിച്ചതും ഇനി പിടിവീണാൽ കെ.പി. യോഹന്നാനും ഭാര്യയും മകനുമടക്കം ജയിലിൽ പോകേണ്ടി വരുമെന്നും ട്രാവൽ ബാൻ ഉണ്ടായാൽ അമേരിക്കയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നും ഭയപ്പെടുത്തി ട്രസ്റ്റുകളിൽ നിന്നും ഭാര്യയെയും മകനെയും മാറ്റുകയും കെ.പി. ഉൾപ്പെടെ മാറി ബിനാമികളെ ട്രസ്റ്റിമാരാക്കിയതുമടക്കം ഒടുവിൽ ശക്തന്മാരായ ചില കഴുകന്മാർ കെ.പി.യെ കൊന്നതും സംബന്ധിച്ച വിശദമായ തെളിവുകളടക്കമാണ് ITV ന്യൂസ് പരാതി നൽകിയിരിക്കുന്നത്. ഗുരുതരമായ ചട്ടലംഘനം നടത്തിയതിനാൽ അത് ബോധ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്ത കെ.പി.യുടെ FCRA അക്കൗണ്ടുകളുള്ള ട്രസ്റ്റുകളുടെ വിവരങ്ങളും ഇതിൻ്റെ മറവിൽ നടത്തിയ പണങ്ങളുടെ ഡീറ്റെയിൽസും ഇദ്ദേഹത്തിൻ്റെ ബിനാമി ട്രസ്റ്റുകളുടെ വിവരങ്ങളും FCRA അക്കൗണ്ടുകൾ നഷ്ടപ്പെട്ടപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ മുസ്ലിം ട്രസ്റ്റുകൾ വൻതുകകൾ നൽകി അതിലൂടെ ഇന്ത്യയിലേക്ക് പണം കടത്തിയ വിവരങ്ങളും തെളിവുകളും അടക്കമാണ് ഞങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. 2005-ൽ കെ.പി. യോഹന്നാൻ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേരിൽ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ പക്കൽ നിന്നും 2263 ഏക്കർ വസ്തു 63 കോടി രൂപയ്ക്ക് 6,30,00,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് കള്ളപ്പണം വെളുപ്പിച്ചതും കാലാവധി കഴിഞ്ഞ ഈ കുത്തകപ്പാട്ട ഭൂമി സർക്കാർ മനഃപൂർവ്വം കേസുകൾ തോറ്റ് കഴിഞ്ഞ നവംബറിൽ അതിന് ലാൻഡ് ടാക്സ് അടയ്ക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയതും അതിന് പിന്നിൽ കളിച്ച ഉദ്യോഗസ്ഥരുടെ വിവരവും അതിനവർക്ക് ലഭിച്ച പ്രതിഫലങ്ങളുടെ വിശദാംശങ്ങളും അടക്കമാണ് ഞങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. കെ.പി.യും കുടുംബവും അകത്താകാതിരിക്കുവാൻ അവർ ട്രസ്റ്റിൽ നിന്നും മാറി 6 ബിനാമികളെ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ കയറ്റുകയും അവർ കയറിയ ഉടനെ തന്നെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേര് മാറ്റി അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാക്കുകയും എല്ലാ ട്രസ്റ്റുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കെ.പി.യെയും കുടുംബത്തെയും നീക്കം ചെയ്യുകയും അതിൽ അവശേഷിച്ച ഏക കടമ്പ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ലാൻഡ് ടാക്സ് അടയ്ക്കുക എന്നത് മാത്രമായിരുന്നു എന്നും അടച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ട്രസ്റ്റുകളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും രേഖകളിൽ നിന്നും നീക്കം ചെയ്ത കെ.പി.യെ ഒടുക്കം അവർ എന്നേക്കുമായി ഈ ലോകത്തു നിന്നും തന്നെ നീക്കം ചെയ്യുകയും അങ്ങനെ ബിനാമികൾ അദ്ദേഹമുണ്ടാക്കിയ എല്ലാ സ്വത്തിൻ്റെയും അവകാശികളായ ഞെട്ടിപ്പിക്കുന്ന ഞങ്ങൾ കണ്ടുപിടിച്ച യാഥാർത്ഥ്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോഴും കെ.പി. യോഹന്നാൻ്റെ ഭാര്യയ്ക്കോ മകനോ അറിയില്ല കെ.പി. യോഹന്നാനും തങ്ങളും ചതിക്കപ്പെടുകയായിരുന്നു, ഇപ്രകാരം ഒരു ചതി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു, തങ്ങളുടെ സ്വത്തുവകകളെല്ലാം ബിനാമികളുടെ കയ്യിലേക്ക് ആയിപ്പോയി എന്നും സമർത്ഥമായി അവർ കെ.പി. യോഹന്നാനെ കൊന്നതാണ് എന്നും. ഓർക്കുക, കെ.പി. യോഹന്നാൻ്റെ ഭാര്യയോ മകനോ മകളോ ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കളുടെ ഒന്നും അവകാശികളല്ല. ബിനാമികളായി കയറി വന്നവരുടെ പേരിലാണ് ഇന്ന് സകല സ്വത്തുക്കൾ മുഴുവൻ. അതിൻ്റെ എല്ലാം തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. സഭയുടെ വക്താവായി നിന്ന കെ.പി.യുടെ വലങ്കൈയായി നിന്ന തീവട്ടിപ്പാതിരിയാണ് ഇതിൻ്റെ എല്ലാം മുഖ്യ സൂത്രധാരൻ. അതുപോലെ കെ.പി.യുടെ യാത്രകളിൽ നിഴലായി നടന്ന സ്ത്രീയാണ് ഇന്ന് ഈ ട്രസ്റ്റുകളുടെ എല്ലാം മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫംഗ്ഷണറിയും. ഇവരുടെ ജനറൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജേക്കബ് പോത്തൻ ഇക്കഴിഞ്ഞ മാർച്ച് 8, 2023-ൽ എരുമേലി സൗത്ത് വില്ലേജ് മണിമല വില്ലേജ് ഓഫീസർമാർക്ക് കൊടുത്ത കത്തിൽ പറയുന്നത് കെ.പി. യോഹന്നാന്
ചെറുവള്ളി എസ്റ്റേറ്റിലെ പ്രോപ്പർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹം ട്രസ്റ്റിന്റെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ KP യോഹന്നാന്റെ പേരിൽ ലാൻഡ് ടാക്സ് അടയ്ക്കുവാൻ സമ്മതിക്കില്ല. ഒടുവിൽ വളഞ്ഞ വഴിയിൽ അവർ ടാക്സ് അടച്ചു. KPക്ക് മാർച്ച് 7-ന് വിസയും കൊടുത്തു. സിനിമാറ്റിക് രീതിയിൽ ശവമടക്കം നടത്തി. എന്നിട്ട് പറയുകയാണ്, ഇന്നുവരെ ആരും കാണാത്ത മുടിഞ്ഞ ശവമടക്കാണ് ഞങ്ങൾ നടത്തിയതെന്ന്. എന്തുകൊണ്ടാണ് ആർക്കും അപകടത്തിൽ സംശയം ഇല്ലാത്തത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിലവിൽ യാതൊരു ആശങ്കയും സഭയ്ക്കില്ല. കാരണം ഞങ്ങൾ അവിടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ വളരെ ക്ലാരിറ്റിയോടും കൃത്യതയോടും കൂടിയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയും നിലവിലില്ല. അതിബുദ്ധിമാനായ KP യോഹന്നാന്റെ സ്വത്തുക്കളെല്ലാം ഒരു മുല്ലപ്പൂ മർഡറിലൂടെ തട്ടിയെടുക്കപ്പെട്ടു. ഭാര്യയ്ക്കും മകനും അറിയില്ല കാര്യങ്ങളൊന്നും. തങ്ങളുടെ അപ്പനുണ്ടാക്കിയ സഭയെ, സ്വത്തുവകളെ സർവവും കൂടെ നിന്നവർ, കൂടെ കിടന്നവർ തട്ടിയെടുത്തു എന്ന്. അവർക്ക് ഒരു ഇല പോലും നിലവിൽ അവിടെ നിന്നും എടുക്കുവാൻ അവകാശമില്ല എന്ന് അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. 2 ദിവസം മുമ്പ് KP യോഹന്നാന്റെ ഭാര്യ ഗിസലയും മകൻ ഡാനിയലും തിരുവനന്തപുരം എയർപോർട്ട് വഴി അമേരിക്കയിലേക്ക് തിരികെ പോയി എന്നാണ് വിവരം. ഇവിടെ നിന്നാൽ ആരെങ്കിലും കേസ് കുത്തിപ്പൊക്കി എന്തെങ്കിലും ഒരു അന്വേഷണം വന്നാൽ ട്രാവൽ ബാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് അവരെ നാട് കടത്തിയത് എന്നാണ് വിവരം. നിലവിലെ അവസ്ഥയിൽ സ്വത്തുക്കളെല്ലാം ബിനാമി ട്രസ്റ്റുകളുടെ കൈകളിലായി. സേഫാണ്. ഭാര്യയും മകനും ഇവിടെ നിന്നാലും പാരയാകില്ല. എന്നാലും മകൻ വരാതായാൽ, ഇതിനൊരു ബിനാമി ട്രസ്റ്റി മെത്രാപ്പോലിത്തയായാൽ കാര്യങ്ങളെല്ലാം എളുപ്പമാകും. KP യോഹന്നാനെ സ്നേഹിക്കുന്നവർ ഇത് മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ KPയുടെ ഭാര്യയെയും മകനെയും എങ്ങനെയും എത്രയും വേഗം ധരിപ്പിക്കുക. തെളിവുകൾ ഞങ്ങൾ നൽകാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ബിനാമി ട്രസ്റ്റുകളെ മാറ്റി ഇത് ആസൂത്രണം നടത്തിയവർ ഇവരുടെ കൈക്കലാക്കും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് KP യോഹന്നാന്റെ ഘാതകരെ ഉടനെ കണ്ടുപിടിക്കുക. KP യോഹന്നാനെയും കുടുംബത്തെയും ട്രസ്റ്റുകളിൽ നിന്നും മാറ്റി ട്രസ്റ്റുകൾ പിടിച്ചെടുത്തത് ആരാണ്, എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുക. ഇവർ ഇന്ത്യയിലേക്ക് പണം കടത്തി നടത്തിയ മതപരിവർത്തനം, രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ, ബിനാമി ഇടപാടുകൾ, ഹവാല ഇടപാടുകൾ, ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ, ടാക്സ് തട്ടിപ്പുകൾ, ഇദ്ദേഹത്തിൻ്റെ ബിനാമി പേരിലുള്ള സ്വത്തുക്കളെല്ലാം എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ആഭ്യന്തര മന്ത്രാലയത്തിലെ എർത്തുകൾ മുതൽ, മന്ത്രിസഭയിലെ താപ്പാനകൾ മുതൽ, മുതിർന്ന IAS ഉദ്യോഗസ്ഥർ മുതൽ, രാഷ്ട്രീയക്കാർ, മാധ്യമപ്രവർത്തകർ വരെ ഇതിൻ്റെ പങ്കുപറ്റിയവരുണ്ട്. KP യോഹന്നാന്റെ കുടുംബത്തിന് അർഹതപ്പെട്ട സ്വത്തുക്കൾ ബിനാമികൾ തട്ടിയെടുക്കുവാൻ അവസരമുണ്ടാക്കരുത്. അവരും ഇവിടെ നിന്നാൽ ഏത് നിമിഷവും കൊല്ലപ്പെടാം. ട്രസ്റ്റുകളുടെ ലയനം, പുതിയ ട്രസ്റ്റുകളെ കയറ്റൽ, വലിയ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വസ്തുക്കച്ചവടം ഒന്നും ഈ കേസ് തെളിയുന്നതുവരെ നടക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഈ കേസ് തെളിയിക്കപ്പെടണം. ശക്തമായ ഒരു നിയമ പോരാട്ടം ഇതിനായി ആവശ്യമാണ്. താല്പര്യമുള്ളവർ മുന്നോട്ട് വരണം. ഈ നിയമ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ, സഹായിക്കുവാൻ പറ്റുന്നവർ മുന്നോട്ട് വരണം. ഏതു വിധേനയും എന്നെയും ഇവർ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിനെ അയച്ച് എൻ്റെ ഓഫീസിലെത്തി എന്നെ വിരട്ടുവാൻ ശ്രമിച്ചു. ഗുണ്ടകൾ എൻ്റെ വാഹനത്തെ പിന്തുടരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 ദിവസമായി ഊണും ഉറക്കവുമില്ലാതെ ഇരുന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെളിവുകളും ഞങ്ങൾ തയ്യാറാക്കി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാനത് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ തീർത്ത് കളയുമെന്നും എനിക്കെതിരെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസുകൾ കൊടുക്കുമെന്നും വാർത്ത വരാതിരിക്കുവാൻ ഹൈക്കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ മേടിക്കുമെന്നാണ് പന്തപ്പള്ളി പാതിരിയുടെ ഭീഷണികൾ. ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാവണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.